ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 4-ാം തിരുലിഖിതം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവമക്കളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഒരനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് റിജു മേരി ജോസ്. കാഞ്ഞിരപ്പള്ളിയിലാണ് താമസം. ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് നൽകിയൊരു വലിയ സൗഖ്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ തൊണ്ടയിൽ ഒരു ദശ വളരുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഓപ്പറേഷൻ വഴി എടുത്തു കളയണം. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അന്ന് രാത്രിയിൽ ജൂൺ മാസം 5-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ടി വിയിൽ കൂടി പറഞ്ഞു, രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവീൻ എന്ന്. ഈ സമയം എൻ്റെ ആൻറ്റി എൻ്റെ തലയിൽ കൈവച്ച് ആ തൊണ്ടയിലെ മുഴ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് 2 പ്രാവശ്യം ചുമ വന്നു. ഞാൻ ചുമച്ചു. അപ്പോൾ തന്നെ എൻ്റെ തൊണ്ടയിൽ വോക്കൽ കോഡിൽ വളർന്നു വന്നിരുന്ന ദശ അടർന്ന് എൻ്റെ വായിൽ വന്നു. അത് ഞാൻ എടുത്ത് വീട്ടിലുള്ളവരെ കാണിച്ചു. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ളൊരു മുഴ ബ്രൗൺ നിറത്തിലിരുന്നു. ഞങ്ങളത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്ന് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം പരിശോധിച്ചപ്പോൾ എൻ്റെ തൊണ്ടയിൽ മുഴയുണ്ടായിരുന്ന ഭാഗത്ത് ആ ദശ കാണുന്നില്ല. അദ്ദേഹത്തിന് ഇതിന് അത്ഭുതമായി. ഒരു തുള്ളി രക്തം പോലും വന്നിരുന്നുമില്ല. ഇനി ഓപ്പറേഷൻ ആവശ്യമില്ല, നിന്റെ രോഗം സൗഖ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ തിരിച്ചയച്ചു. യേശുവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിച്ചു നോക്കുക. ഒരു നെല്ലിക്കയോളം വലുപ്പമുള്ള ഒരു ദശ വളർന്ന് തൊണ്ടയിൽ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടുള്ള പീഡനിമിത്തം അത് ഓപ്പറേഷൻ നിശ്ചയിച്ച അന്ന് രാത്രി ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു വ്യക്തി ഈ വ്യക്തിയുടെ ശിരസിലേക്ക് കൈകൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് സൗഖ്യം ഒരു യാഥാർത്ഥ്യമായി മാറി. ഹല്ലേലൂയ. ഈ സമയം എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഓരോരുത്തരും എവിടെയാണോ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ട്. ഇപ്പോൾ രോഗികളായ ആരെങ്കിലും നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. രോഗികളായ ഓരോരുത്തരെ, ഒരുപക്ഷെ കട്ടിലിൽ കിടക്കുന്ന കിടപ്പ് രോഗികളായിരിക്കാം, ഒരുപക്ഷെ കയ്യും കാലും അനക്കാൻ പറ്റാതെ കസേര കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് സംബന്ധമായ രോഗമായിരിക്കാം, ഒരുപക്ഷെ എത്ര ചികിത്സിച്ച് സൗഖ്യം കിട്ടാത്ത ചില മാരക വ്യാധികളായിരിക്കാം, ക്യാൻസർ രോഗമായിരിക്കാം, എന്തു തന്നെ ഡോക്ടർമാർ ഉപേക്ഷിച്ചൊരു അവസ്ഥയിലായിരിക്കാം, എന്തു തന്നെ ആകട്ടെ. അല്ലെങ്കിൽ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം കഴിഞ്ഞ് നാളെ ഡോക്ടറുടെ അടുത്ത് പോയി ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാകാം. എന്തുമാകട്ടെ, മകനെ മകളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, മകനെ, രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് നീ പിന്തിരിയുക. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ.
ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഇന്ന് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ മകനിലേക്കും മകളിലേക്കും അത്ഭുത ശക്തി വ്യാപരിക്കാൻ ഇടവരുത്തണമേ. അവിടുന്ന് 145 സങ്കീർത്തന 9 വാക്യത്തിൽ പഠിപ്പിച്ചു, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. ഈ ഒരു അനുഭവം ഇപ്പോൾ ഈ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ഒരു അനുഭവം ഇപ്പോൾ ഈ രോഗികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. ഈ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ജെറമ്യ പ്രവചനത്തിൽ 31 അധ്യായം 12 തിരുലിഖിതം, ആഹ്ലാദ ആരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശേഷദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവയാൽ അവർ സംതൃപ്തരാകും. ഈ വചനപ്രകാരം ഇപ്പോൾ ഓരോ കുറവുകളിലും കണ്ണുനീരിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, രോഗപീഠകൾ കെട്ടുകൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, രോഗങ്ങളെ, രോഗപീഠകളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോവുക. ഹാലലുയ, ഹാലലുയ. യേശുവേ, ആരാധന, ആരാധന. പകർച്ചവ്യാധികൾ, മഹാവ്യാധികൾ, ചികിത്സ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ വിശ്വാസം മങ്ങിപ്പോയവർ, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവർ, മന്ദത, മരവിപ്പ് ഇവ ബാധിച്ച് ബന്ധനത്തിൽ കിടക്കുന്നവർ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ആത്മീയ കാര്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവികമായ ശക്തി കാണാൻ പറ്റാത്ത വിധം സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ മകളിൽ നിന്നും അശുദ്ധ ശക്തികളെ, ദുരാത്മാക്കളെ നസ്രായന നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദൈവമക്കളെ വിട്ട് നീ നിത്യപാതാളത്തിലേക്ക് ഇപ്പോൾ നിബന്ധിക്കുക. ഹാലലുയ, ഹാലലുയ. യേശുവേ, ആരാധന. ബാലികാ ബാലന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ. യുവതി യുവാക്കന്മാരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് ജോലി തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഹാലലുയ, ഹാലലുയ. ദൈവമേ, അങ്ങയുടെ മഹാത്ഭുതത്തിന്റെ അതിശയ ശക്തി ഓരോ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹാലലുയ, ഹാലലുയ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. ഹാലലുയ, ഹാലലുയ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17 അധ്യായത്തിൽ 1, 2 തിരുലിഖിതങ്ങൾ, അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാണ്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. വാക്ക് ബിഫോർ മീ ആൻഡ് ബി പെർഫെക്റ്റ്. നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. 2 സംഗതികൾ ദൈവമായ കർത്താവ് അബ്രഹാമിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, നീ എൻ്റെ മുമ്പിൽ ജീവിക്കുക, നീ എൻ്റെ മുമ്പിൽ നടക്കുക. ഒന്ന്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. 2, കുറ്റമറ്റവനായിരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഇതിൽ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. അബ്രഹാം ഇപ്പോൾ സാറായുടെ മുമ്പിൽ വ്യാപരിച്ച് കയ്യടി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ലോത്തിന്റെ മുമ്പിൽ വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും മുമ്പിൽ അബ്രഹാം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ സുസമ്മതനാകാൻ, അവരുടെ അപ്രീതി വരാതിരിക്കാൻ, അവരുടെ ഒരു വിമർശനം ഏറ്റുവാങ്ങാതിരിക്കാൻ, അവരുടെ മുമ്പിൽ സ്വീകാര്യനാകാൻ അവരുടെ മുമ്പിൽ അബ്രഹാം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നോടും നിങ്ങളോടും സകലരോടും ആവശ്യപ്പെടുകയാണ്, ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വ്യാപരിക്കണം. ഏക സത്യ ദൈവമായി ഇന്നും ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നീ ജീവിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ നീ വ്യാപരിക്കുക. നിന്റെ ജീവിതം കർത്താവിൻ്റെ കണ്ണുകളുടെ മുമ്പിലാണെന്ന് നീ അറിയുക. 139 സങ്കീർത്തനത്തിൽ ഈ കാര്യം കുറച്ചും കൂടെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. 139 സങ്കീർത്തനത്തിൽ 2, 3 തിരുലിഖിതങ്ങൾ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ വെച്ച് തന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. ഒരു വാക്ക്
എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എൻ്റെ മുമ്പിലും എൻ്റെ പിൻപിലും എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. അപ്രാപ്യമാംവിധം ഉന്നതമാണല്ലോ ഈ അറിവ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ട്. എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു. എൻ്റെ പുറകിൽ എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിലാണ് എൻ്റെയും നിങ്ങളുടെയും സകല മർത്യരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഇന്ന് എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങൾ ബോധവാനാകണം. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നീ തിരസ്കൃതനാകും. ഇതാ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 6ഉം 7ഉം തിരുലിഖിതങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് വകതിരിവില്ലാതെ നടന്ന് ദൈവത്തനിൽ തിരസ്കരിക്കപ്പെട്ട ചില വ്യക്തികളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. 1 സാമുവേൽ 16-ാം അധ്യായത്തിലെ 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. ഈ രംഗം ഇതാണ്. സാമുവേൽ പ്രവാചകൻ ജെസയുടെ ഭവനത്തിലേക്ക് ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഒരു രാജാവിനെ വാഴിക്കാൻ വേണ്ടി ജെസയുടെ കുടുംബത്തിലേക്ക് ചെല്ലുകയാണ്. അവൻ വന്നപ്പോൾ സാമുവേൽ എലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയ ഭാവത്തിലും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജെസയുടെ കുടുംബത്തിൽ ഒരു രാജാവിന് അഭിഷേകം ചെയ്യാൻ വേണ്ടി സാമുവേൽ പ്രവാചകൻ കർത്താവിനാൽ അയക്കപ്പെട്ട് എത്തിച്ചേർന്നു. അപ്പോൾ ജെസെ കുടുംബത്തിലെ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ്റെ പേരാണ് ഏലിയാവ്. എന്താ ഏലിയാവിൻ്റെ പ്രത്യേകത?